ഹായ് ഓൾ, ഏണസ് അക്കാഡമിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് വളരെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കാര്യം പറയാനാണ് വന്നത്. മറ്റൊന്നുമല്ല, RRB JEE 2024 പറ്റി തുരുതുരെ നമ്മളിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ സംസാരിച്ച് സമയങ്ങളൊക്കെ അതിവേഗം കടന്നുപോയി എന്നുള്ളൊരു യാഥാർത്ഥ്യം നിങ്ങളെ ഇന്ന് ഓർമ്മിപ്പിക്കാൻ വന്നതാണ്. മറ്റൊന്നുമല്ല, ഇന്നത്തെ ഡേറ്റോടെ ചേർത്ത് നമുക്ക് ഏതാണ്ട് 3 ദിവസങ്ങൾ മാത്രമാണ് ഇനി ഈ പരീക്ഷയ്ക്ക് അപ്ലൈ ചെയ്യാൻ ബാക്കിയുള്ളത്. അതായത് 29-ാം തീയതിയോടുകൂടി രാത്രി ആ ആപ്ലിക്കേഷൻ വിൻഡോ ക്ലോസ് ആകുമെന്നൊരു കാര്യം ഒന്നുകൂടി ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. ഇതുവരെ നമ്മൾ ചെയ്ത വീഡിയോകളിൽ ഏറെക്കുറെ RRBയുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ സംശയങ്ങളും ദൂരീകരിക്കാൻ പറ്റുന്ന കണ്ടന്റുകളൊക്കെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഞങ്ങളുടെ ഒരു വിശ്വാസം. അതുകൊണ്ട് തന്നെ ഇതുവരെ അപ്ലൈ ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഉടൻ തന്നെ അപ്ലൈ ചെയ്യുക. അതുകൊണ്ട് തന്നെ പ്രധാനപ്പെട്ട ഡേറ്റുകൾ നിങ്ങളെ ഒന്ന് ഓർമ്മപ്പെടുത്താൻ വേണ്ടിയാണ് വന്നിരിക്കുന്നത്. ഇനി അപ്ലൈ ചെയ്തവർക്ക് എന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ അല്ലെങ്കിൽ മിസ്റ്റേക്കുകളൊക്കെ പറ്റിയിട്ടുണ്ടെങ്കിൽ അതിന് ഒരു മാറ്റം വരുത്താനുള്ള അവസരം RRB ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് എന്തൊക്കെയാണ്, ഏതൊക്കെ ദിവസങ്ങളിലാണെന്ന് നമുക്ക് നോക്കാം. RRBയുടെ നോട്ടിഫിക്കേഷൻ കാണുന്ന ഡേറ്റ് തന്നെയാണ് നമ്മൾ ഇവിടെയും കാണിച്ചിരിക്കുന്നത്. അതിൽ പ്രധാനമായിട്ടും ഓപ്പണിംഗ് ഡേറ്റ് ഉണ്ടായിരുന്നു. ഓപ്പണിംഗ് ഡേറ്റ് എന്ന് പറഞ്ഞാൽ 30/7/2024 ഇനി അതിന് തൊട്ട് താഴെയായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത് ക്ലോസിംഗ് ഡേറ്റ് ആണ്. 29/8/2024 എന്ന് പറയുന്ന ഈ മാസത്തിലെ 29-ാം തീയതി രാത്രി 23 മണി വരെ, അതായത് 30-ാം തീയതി ക്രോസ് ചെയ്യില്ല, അതിന് മുമ്പ് തന്നെ എന്ത് ചെയ്യും, ഈ വിൻഡോ ക്ലോസ് ആവും. അന്ന് വരെ മാത്രമേ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുകയുള്ളൂ. അതായത് നമ്മുടെ ഡേറ്റുകൾ, സമയം, മണിക്കൂറുകൾ മാത്രമാണ് ഇനി ബാക്കിയുള്ളത് നമ്മുടെ മുമ്പിലെന്ന് നമ്മൾ ഓർത്തു വെച്ചോളുക. അപ്പോൾ എത്രയും പെട്ടെന്ന് എന്ത് ചെയ്യുക, അപ്ലൈ ചെയ്യാൻ ആവശ്യമുള്ളവർ അപ്ലൈ ചെയ്യുക. ഏതെങ്കിലും രീതിയിലുള്ള സംശയമുള്ളവർ അത് ദൂരീകരിക്കുക. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മളെ നേരിട്ട് വിളിച്ച് ചോദിക്കാൻ നിങ്ങളുടെ സംശയങ്ങൾ, അല്ലെങ്കിൽ നിങ്ങളുടെ ഗൂഗിൾ ഫോം ഫില്ല് ചെയ്താൽ മതി. ഇനിയും നമ്മൾ അതിൻ്റെ വ്യത്യസ്തങ്ങളായുള്ള വീഡിയോ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോകൾ നിങ്ങൾ നോക്കിയാലും നിങ്ങൾക്ക് എന്ത് പറ്റും, നിങ്ങളുടെ എല്ലാ തരത്തിലുള്ള സോണുകളുമായിട്ട് ബന്ധപ്പെട്ടത്, സ്ട്രീമുകളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള അങ്ങനെ വ്യത്യസ്തങ്ങളായുള്ള സംശയങ്ങൾ നിങ്ങൾക്കുണ്ടാവും. പിന്നെ മലയാളികൾ പ്രധാനമായിട്ടും ചൂസ് ചെയ്യുന്ന അടുത്തുള്ള സോണുകളിലെ വേക്കൻസി ഡീറ്റെയിൽസ് നമ്മൾ ചെയ്തിട്ടുണ്ട്. അതൊക്കെ നോക്കി നിങ്ങൾ എന്ത് ചെയ്യുക. ഇനി മറ്റ് സോണുകളുമായി ബന്ധപ്പെട്ട സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നേരിട്ട് വിളിച്ച് ചോദിക്കാവുന്ന, അതിലൊക്കെ നമ്മൾ ദൂരീകരിച്ച് തരുന്നതാണ്. അതുകൊണ്ട് മറക്കണ്ട, 29/8/2024 അർദ്ധരാത്രി വരെ മാത്രമേ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുകയുള്ളൂ. ഇനി സമയം വളരെ പരിമിതമാണ്. രണ്ടാമതായിട്ട് പറയുവാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ കറക്ഷൻ വിൻഡോയാണ്. അതായത് പിറ്റേന്ന് മുതൽ ആപ്ലിക്കേഷൻ ക്ലോസ് ചെയ്യുന്ന 30-ാം തീയതി മുതൽ 8-ാം തീയതി വരെയുള്ളൊരു സമയം നിങ്ങൾ അപ്ലൈ ചെയ്ത ആപ്ലിക്കേഷനിൽ എന്തെങ്കിലും തരത്തിലുള്ള ഒരു മാറ്റം വരുത്തണമെങ്കിൽ, നിങ്ങൾ ചൂസ് ചെയ്ത സോൺ മാറ്റണം, അല്ലെങ്കിൽ നിങ്ങൾ എൻ്റർ ചെയ്ത് കൊടുത്ത കുറച്ച് ഡീറ്റെയിൽസിൽ മിസ്റ്റേക്ക് ഉണ്ട്, ഇനിയും പ്രിഫറൻസിൽ മാറ്റം വരുത്തണം എന്നൊക്കെ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം, അതിനുള്ള അവസരം തരുന്നുണ്ട്. പക്ഷേ അവിടെ ഓർക്കുക, പുതുതായിട്ട് അപ്ലൈ ചെയ്യാൻ നിങ്ങൾക്ക് പറ്റില്ല. നിലവിൽ അപ്ലൈ ചെയ്യാത്തവർക്ക് മാത്രമേ അത് ചെയ്യാൻ പറ്റുകയുള്ളൂ. അതായത് RRB JEEക്ക് വേണ്ടി നിലവിൽ അപ്ലൈ ചെയ്തവർക്ക് മാത്രമുള്ളൊരു വിൻഡോ ആയിരിക്കും. ഓർത്തു വെക്കുക, 30/8/2024 മുതൽ 8/9/2024 വരെയാണ് ഈ ഒരു വിൻഡോ ഉണ്ടാവുന്നത്. ഇവിടെ അപ്ലൈ ചെയ്തവർക്ക് മാത്രമേ എന്ത് പറ്റുകയുള്ളൂ, ഈ ഒരു കാര്യങ്ങളുള്ളൂ. അതുപോലെ തന്നെ ഈ RRB ചൂസ് ചെയ്യുന്നത് നിങ്ങൾ നന്നായിട്ട് ശ്രദ്ധിച്ച് തന്നെ ചെയ്യുക. ഏതാണ് വേക്കൻസി എന്നൊക്കെ നോക്കി ഒന്നുകൂടി ചെയ്യുക. സർട്ടിഫിക്കറ്റ്സ് കിട്ടാത്തവർ ഇന്ന് തന്നെ മേടിക്കാൻ നോക്കുക. മുമ്പോട്ട് പോകുന്തോറും ചെയ്യുവാനുള്ള ടൈം ഡിലേ ആകുമെന്ന് ഒന്നുകൂടി പറയുന്നു. അപ്പോൾ എന്ത് ചെയ്യുക, അപ്പോൾ നിങ്ങൾ ആപ്ലിക്കേഷനുമായിട്ട് മുമ്പോട്ട് പോവുക. ഇത് ചെയ്യാത്തവർ എത്രയും പെട്ടെന്ന് ചെയ്യുക, ഈ ഡേറ്റുകളൊക്കെ ഓർത്തു വെക്കുക. അപ്പം ഇനി പറയാനുള്ളത് മറ്റൊരു കാര്യമാണ്, RRB JEEയുടെ കോഴ്സ് വളരെ ശക്തമായിട്ട് തന്നെ നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ കണ്ടക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മെക്കാനിക്കലുമായിട്ട് ബന്ധപ്പെട്ടും ഇലക്ട്രിക്കലുമായിട്ട് ബന്ധം, ഇലക്ട്രോണിക്സുമായിട്ടും കമ്പ്യൂട്ടർ സയൻസുമായിട്ടും സിവിലുമായിട്ട് ബന്ധപ്പെട്ട JEEയുടെ കോഴ്സ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നമ്മുടെ കോഴ്സ് വളരെ സിസ്റ്റമാറ്റിക് ആയിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ലൈവ് പ്ലസ് റെക്കോർഡഡ് ക്ലാസ്സുകളാണ്. സർവീസിൽ നിങ്ങൾക്ക് കയറുവാനുള്ള ഏറ്റവും നല്ല ഓപ്പർച്യൂണിറ്റിയാണ് നമ്മുടെ കോഴ്സ് എന്നുള്ളത്. വെറുതെ പഠിക്കാതെ സ്മാർട്ടായിട്ട് പഠിക്കുക എന്നുള്ളതാണ്. എന്തെങ്കിലുമൊക്കെ പഠിച്ച് നിങ്ങളുടെ സമയം കളയാതെ സിസ്റ്റമാറ്റിക്കായിട്ട് കണ്ടന്റ് ഓറിയൻറ്റഡ് ആയിട്ട് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ നിസ്സാരമായിട്ട് ക്രോസ് ചെയ്യാൻ പറ്റുന്ന, അല്ലെങ്കിൽ ക്രാക്ക് ചെയ്യാൻ പറ്റുന്നൊരു എക്സാമാണ്. ഇപ്പോൾ നോട്ടിഫിക്കേഷൻ ഏതാണ്ട് 8000-അടുത്താണ് വേക്കൻസി എങ്കിലും ചിലപ്പോൾ ആ നോട്ടിഫിക്കേഷൻ പറഞ്ഞ വേക്കൻസികൾ കൂടുന്നത് നമ്മൾ ഈ അടുത്തിടെ പല എക്സാമുകളിലും കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ RRB JEEയിലും വേക്കൻസി ഉയരാനുള്ള സാധ്യത കൂടുതലാണ്, തള്ളിക്കളയാനൊക്കില്ല. അങ്ങനെ വരുമ്പോൾ ജോലി സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ ഏത് ടെക്നിക്കൽ കോമ്പറ്റേറ്റീവ് എക്സാമിനേഷന് തയ്യാറെടുക്കുന്നവരാണെങ്കിലും, ഇനി ടെക്നിക്കൽ കോമ്പറ്റേറ്റീവ് എക്സാമിനേഷൻ അല്ല, മറിച്ച് നിങ്ങൾ ജനറൽ എക്സാമിനാണ് പ്രിപ്പയർ ചെയ്യുന്നതെങ്കിലും നിങ്ങൾക്കും കിട്ടാവുന്ന വളരെ നല്ലൊരു അവസരമാണ്. മാത്രമല്ല RRB JEEയുടെ ടയർ 1 എന്ന് പറഞ്ഞാൽ പ്യൂർലി എന്താണ്,
ഒരു ജനറൽ എക്സാം ക്യാരക്ടർ ഉള്ളതാണ്. അപ്പോൾ എന്ത് ചെയ്യുക, സിസ്റ്റമാറ്റിക് ആയിട്ട് പ്രിപ്പയർ ചെയ്യുക. നമ്മുടെ ക്ലാസ്സുകൾ ഞാൻ ഒന്നുകൂടെ പറയുന്നു, ലൈവ് പ്ലസ് റെക്കോർഡഡ് ക്ലാസ്സുകളാണ്. ലൈവ് ഡൗട്ട് ക്ലിയറൻസ് സെഷൻസ് ഉണ്ട്. മോഡൽ ടെസ്റ്റുകൾ അടങ്ങുന്ന ഒരു വലിയ ഒരു പാറ്റേൺ ആണ് നമ്മൾ ഫോളോ ചെയ്യുന്നത്. മാത്രവുമല്ല, നിങ്ങളെ ഗൈഡ് ചെയ്യാൻ വേണ്ടി റാങ്ക് ഹോൾഡേഴ്സിന്റെ ഒരു വലിയ നീണ്ട നിര തന്നെ, അതായത് നിങ്ങളുടെ മെന്റേഴ്സ് ആയിട്ട് വരുന്നവരൊക്കെ നിരന്തരം പരീക്ഷകളിൽ ക്രാക്ക് ചെയ്യുന്നവരും റാങ്ക് ലിസ്റ്റ് ഉൾപ്പെടുന്നവരുമാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളെ ഗൈഡ് ചെയ്യാനായിട്ട് ആരുണ്ടാവും, നിങ്ങളെ ഈ RRB ജെയിൽ തന്നെ റാങ്ക് ഹോൾഡേഴ്സ് ആയിട്ടുള്ളവരുണ്ടാവും. അപ്പോൾ നിങ്ങളുടെ വഴി വളരെ എളുപ്പമായിട്ട് മാറുമെന്നുള്ളത് എടുത്ത് പറഞ്ഞുകൊള്ളട്ടെ. അപ്പം മറ്റൊരു വീഡിയോയുമായി ഇനിയും കാണാം. ഗുഡ് ബൈ.